ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ അത്ഭുതം നിങ്ങളെ കാത്തിരിക്കുന്നു. ആ അത്ഭുതം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്, നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിങ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ടാരോ റീഡിങ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒരുപാട് പേർക്ക് പ്രയോജനമാകുന്നു, ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവുന്നു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും എൻ്റെ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓള് ടച്ച് ചെയ്യണം, ബെല്ലും ടച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് വീഡിയോ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിന് പരിഹാരം വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാട്സപ്പിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു വലിയ അത്ഭുതം എന്താണെന്ന് നോക്കാം. Closed doors, perfect fit, dualities, social status, authority, sweet success, independence, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ലക്ക് വരുവാണ്, ഭാഗ്യം. ജഡ്ജ്മെന്റ്, നൈറ്റ് ഓഫ് പെന്റക്കിൾ, സ്റ്റാർ, 3 പേജ് ഓഫ് കപ്സ്. അപ്പൊ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഒരു നല്ല സമയത്തിലേക്ക് വരികയാണ്. ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സമയം ഭാഗ്യ സമയത്തിലേക്ക് വരിക, ഒരു ഭാഗ്യം തെളിയുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് കേട്ടോ. എല്ലാവർക്കും അല്ല, ചില വ്യക്തികൾക്ക് സൗഭാഗ്യം വരാൻ പോവാണ്, നിങ്ങളെ തേടി അനുഗ്രഹങ്ങൾ വരാൻ പോണ ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന സമയം ഈ ഒരു 10 ഓഫ് സോർഡ്സ് എനർജിയിൽപ്പെട്ട ഒരു സമയമായിരുന്നു. അതായത് ഒരുപാട് പെയിൻ അനുഭവിച്ചു, ഒരു 10 വാള് നിങ്ങളുടെ ദേഹത്ത് കുത്തി ഇറക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, ആ ഒരു സിറ്റുവേഷനിലൂടെ, അതായത് മരണതുല്യമായ അവസ്ഥയിലൂടെ, 10 വാള് കുത്തി ഇറക്കിയ വ്യക്തി മരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ശരിക്കും മരണമാണ് ഇവിടെ ഇടത്ത് സംഭവിച്ചിരിക്കും അല്ലെ. അപ്പം ആ ഒരു അവസ്ഥകളിലൂടെ, അതായത് ഇനി ഒന്നും അനുഭവിക്കാനില്ല എന്നൊക്കെ പറയില്ലേ, അതേ രീതിയിൽ ഉള്ള ഒരവസ്ഥകളിലൂടെ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ആ രീതിയിൽ പോയിരിക്കുന്ന വ്യക്തികൾക്കാണ് പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ വരാൻ പോണേ, സക്സസ് വരാൻ പോണേ. അപ്പൊ ഇതേ രീതിയിൽ ഇത്രത്തോളം വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് കാലഘട്ടം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വേണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ദൈവം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം തന്നതാണ് ചില വ്യക്തികളുടെ കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ലെസൺ വേണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലെസൺ, നമ്മുടെ ലൈഫിലെ ഓരോ പാർട്ടും ഓരോ ലെസൺ ആണ് അല്ലെ. അപ്പൊ നമ്മളെ ഓരോന്നോരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലൈഫ് ഓരോ സമയം
മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ ഓരോരോ ലെസൺ പഠിക്കുകയാണ്, അല്ലെ, ഓരോ പുതിയ പുതിയ അധ്യായങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ ഓരോ വ്യക്തികളെ മനസ്സിലാക്കുകയാണ്. അപ്പൊ നമ്മൾ നല്ല റിച്ച് ആയിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടായിരുന്നപ്പം ഓരോ വ്യക്തികൾ നമ്മളോട് ഓരോരുത്തർ എങ്ങനെയാണ് നമ്മളോട് പെരുമാറിയിരുന്നത്, ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും. അപ്പൊ നമ്മൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്, ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നപ്പോൾ, നിങ്ങൾ നല്ല സാമ്പത്തികമായിട്ടുള്ള നല്ല ഉന്നതിയിൽ ഇരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ നിങ്ങളുടെ ഈ ഒരു സമയം, അപ്പൊ ദൈവം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമയം തന്നു, എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ, ഒന്നുമില്ലാത്തൊരവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങളുടെ കൂടെ ആരുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരുണ്ടാകും, അത് നിങ്ങൾക്ക് ഒരു പാഠമാണ്. അതായത് നിങ്ങൾക്കൊരു ലെസൺ തന്നു. അപ്പൊ അങ്ങനെ ഒരു ലെസൺ ലൈഫിൽ തന്നിരിക്കുന്ന വ്യക്തികൾ, അതായത് ഒരുപാട് പ്രോബ്ലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. പ്രശ്നങ്ങളിലൂടെ അല്ലെ പ്രോബ്ലത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കൊന്നുമില്ലാത്തൊരവസ്ഥയിൽ ആരും ഉണ്ടാവില്ല, അല്ലെ. നിങ്ങൾക്ക് എല്ലാം ഉള്ളൊരവസ്ഥയിൽ, നിങ്ങൾ റിച്ച് എനർജി അല്ലെ ഇഷ്ടംപോലെ പണമുള്ള ഒരവസ്ഥയാണ് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ കൂട്ടുവിടാൻ ഒരുപാട് പേരുണ്ടാവും, അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിരിക്കുന്ന, ജഡ്ജ്മെന്റ് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്ന വ്യക്തികളുടെ സമയം ചേഞ്ച് ആവുകയാണ്, നിങ്ങളുടെ ഭാഗ്യ സമയം വരികയാണ്. അതായത് ആ ഒരു സമയത്തിന്റെ ചക്രം കറങ്ങി നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കറങ്ങി അത് ഇങ്ങനെ ഒരു സൗഭാഗ്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോവാണ്. കാരണം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പിടിച്ചു നിന്നു, സ്ട്രോങ് ആയി നിന്നു. പ്രശ്നങ്ങൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആ പ്രശ്നങ്ങളെയൊക്കെ തോൽപ്പിച്ചു വിജയം വരിച്ചു, വിജയത്തിലേക്ക് എത്തി. കാരണം ഈ ഒരു അവസ്ഥയിൽ ആരും ഇല്ലായിരുന്നു, എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിലും നിങ്ങൾ പിടിച്ചു നിന്നു. അതായത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ തളരില്ല, ഞാൻ മുന്നോട്ട് തന്നെ, ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഒരു പ്രശ്നങ്ങൾക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഏതൊരു പ്രശ്നത്തെയും ഞാൻ അതിജീവിക്കുമെന്ന ദൃഢപ്രതിജ്ഞയോടെ മുന്നോട്ടേക്ക് കുതിച്ചു. നിങ്ങൾ തനിച്ചായിരുന്നില്ല, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ദൈവം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു അദൃശ്യ ശക്തി നിങ്ങളെ എപ്പോഴും താങ്ങിക്കൊണ്ടിരുന്നു. ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ വിളിക്കുന്ന ദൈവമാകാം, യൂണിവേഴ്സ് ആകാം, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ആവാം, അല്ലെ. ആരുമില്ലെങ്കിലും നിങ്ങളെ താങ്ങാൻ ഒരാളുണ്ടാവും. അത് നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു അദൃശ്യ ശക്തി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ പ്രശ്നങ്ങളിൽ എന്നെ താങ്ങാൻ, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് എൻ്റെ കൂടെ നിന്ന് എനിക്ക് പരിഹാരം കാട്ടിത്തരാൻ ഒരാളുണ്ടെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും, അല്ലെ. എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ സ്ട്രോങ് ആയിട്ട് നിന്ന് തളരാതെ മുന്നോട്ടേക്ക് ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയി. എനിക്ക് വിജയമുണ്ടാവും, എൻ്റെ ലൈഫിൽ വിജയമുണ്ടാകും, നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരികെ വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോയി. നിങ്ങൾക്ക് പക്ഷെ നല്ല ഡ്രീം ഉണ്ടായിരിക്കും, ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. കാരണം നിങ്ങൾക്ക് ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റൂ. ഡ്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കടമകൾ പൂർത്തിയാക്കാൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കൂടെ നിങ്ങൾ തനിച്ചായിരിക്കില്ല, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വന്നേ വെക്കും, അല്ലെ. കുട്ടികൾ ഉണ്ടാവാം, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രശ്നങ്ങളെ നിങ്ങൾ തോറ്റ് പിന്മാറിക്കോ. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല, കാരണം എനിക്ക് മുന്നോട്ടേക്ക് പോയേ പറ്റൂ, എനിക്ക് ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോകും. പ്രശ്നങ്ങളിലെല്ലാം എന്നെ വിട്ടുപോയേ പറ്റൂ. അതൊരു പ്രശ്നത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, ഞാൻ വിളിക്കുന്ന ദൈവമുണ്ട്, ദൈവം എന്നെ താങ്ങിക്കോളും എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന വ്യക്തികളുടെ സമയം ചേഞ്ചായി ഭാഗ്യ സമയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ദൈവം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് ലഭിക്കാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോബ് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഗവൺമെന്റ് ഇതൊരു അതോറിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് അതോറിറ്റിയിൽ ഒരു ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കേട്ടോ, നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു ജോലിയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു ജോലി തന്നെയാണ് ലഭിക്കാൻ പോണേ. അതായത് മറ്റുള്ളവരെ നിങ്ങൾക്ക് നയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക്
പോലീസിലാവാം, അല്ലെങ്കിൽ മിലിറ്ററിയിലാവാം, അതുപോലെ ഗവൺമെന്റ് ഹൈ പൊസിഷനിലൊക്കെ നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന, എന്താ പറയാ, ഇപ്പം ജോലി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, ഗവൺമെന്റ് അതോറിറ്റി നല്ല ഹൈ പൊസിഷനിലുള്ള നല്ല നല്ല ജോലികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന, ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കും. നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെയുള്ള, മറ്റുള്ളവരെ നയിക്കാൻ കഴിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതിനനുസരിച്ചുള്ള ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജോലികളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കാൻ പോകുന്നു. ഒരുപക്ഷെ IAS ആവാം, IPS ആവാം, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പദവികളിലുള്ള ജോലികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നല്ല നല്ല ജോലികൾ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ അതിനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാൻ പോകുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല പല കാര്യങ്ങളുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു കാര്യം, അതൊക്കെ എന്തൊക്കെയാണേലും ആ ഒരു സ്വപ്നങ്ങളൊക്കെ നിങ്ങളെ തേടി വരാൻ പോകുന്നതാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പം റൈറ്റ് പാത്തിലാണ്, നിങ്ങൾ ശരിയായ വഴിയിലാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു സ്വപ്നം, ആ ഒരു ഡ്രീം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ആ ഒരു പാത്തിൽ, ശരിയായ പാതയിലാണ്. അത് ലഭിക്കേണ്ട ആ ഒരു ടൈം ആയിരിക്കുന്നു. അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ അടുത്തേക്ക് എത്താറായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സ്വീറ്റ് സക്സസ്, ഇവിടെയും സക്സസ് തന്നെയാണ് വരുന്നത്. സ്വീറ്റ് സക്സസ് വരുന്നുണ്ട്. നിങ്ങൾ എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ വേണ്ട കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്നു. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സക്സസ് കേട്ടോ. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഗ്രേറ്റ് സക്സസ്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സക്സസ് ആണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. സ്വീറ്റ് സക്സസ്. ഇപ്പൊ ഒരുപക്ഷെ ചിലവർക്ക് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ജോലി നിങ്ങൾ വേണ്ടാന്ന് വെക്കാൻ പോകണു, ഉപേക്ഷിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഇപ്പോഴത്തെ ജോലി നിങ്ങൾക്ക് അത്ര തൃപ്തിയില്ലായിരിക്കും, നല്ല ജോലിയിലായിരിക്കും, ഒരുപാട് പെയിൻ ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്ന ഒരു ജോലിയായിരിക്കും ഇപ്പൊ നിങ്ങൾക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി നഷ്ടപ്പെടാൻ പോകുന്നു. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അങ്ങനെ മറ്റൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ സമയമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്കുള്ള ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു. ആ ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആക്കാൻ പോകുന്നുണ്ട് ചില വ്യക്തികൾ. അതായത് ഇതുവരെ മറ്റുള്ളവരെ ആശ്രയിച്ച്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന നിങ്ങൾ ഇനി ഇൻഡിപെൻഡന്റ് ആകാൻ പോകുന്നത്, അതായത് നിങ്ങൾ ഫ്രീ ആകാൻ പോവാണ്. ഒരുപക്ഷെ ഇതുവരെ മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരാണെങ്കിൽ നിങ്ങൾ ജോലി ലഭിച്ച് ഫ്രീ ആക്കാൻ പോകുന്നു, ഫ്രീഡം ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹസ്ബൻഡാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നു. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആകുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ലഭിച്ച് സ്വന്തമായിട്ട് ഇൻകം ലഭിക്കാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ജീവിക്കാനുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നു, സ്വന്തം ആവശ്യത്തിനുള്ള കാശ് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കി അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നു. നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന് സെക്യൂരിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല. പക്ഷെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളുടെ ലൈഫിന് സെക്യൂരിറ്റി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ടെന്ന് ഇവിടെ പറയുന്നു കേട്ടോ. കാരണം എന്തായാലും സ്വന്തമായിട്ട് ഏൺ ചെയ്യണം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര നാൾ പോകും? അപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ അത് എപ്പോഴും വേണമെങ്കിലും അവസാനിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങളുടെ ലൈഫ് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പകച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവാം. ആരെയും ആശ്രയിക്കാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് പഠിക്കാം.
അങ്ങനെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ ആ ഒരു അവസ്ഥ, അതായത് സ്വയം പര്യാപ്തത, സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസ്ഥ, ഇൻഡിപെൻഡന്റ് ആയിട്ട് പണം സമ്പാദിക്കാനുള്ള ഒരു അവസ്ഥ വരുന്നു എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളോട് പറയുന്നുണ്ട്, ചില 2 ടൈപ്പ് സ്വഭാവമുള്ള വ്യക്തികൾ അവരിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങളെ കാണുമ്പോൾ നല്ല സ്നേഹത്തോടെ നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ അടുത്തുനിന്ന് മാറുമ്പോൾ വേറൊരു വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന 2 സ്വഭാവമുള്ള വ്യക്തികളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് സമൂഹത്തിൽ നിങ്ങൾ വിലയുള്ളവരായി മാറുന്നു. സമൂഹത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ അറിയപ്പെടുന്നവരായിരുന്നു, ബഹുമാനിക്കപ്പെടുന്നവരാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്ന അനുഗ്രഹം. ചില വ്യക്തികൾക്ക് സമൂഹത്തിൽ കുറച്ചും കൂടെ മാന്യതയുള്ളവർ, അല്ലെങ്കിൽ അറിയപ്പെടുന്നവർ, അല്ലെ ബഹുമാനിക്കുന്നവരായി തീരാൻ പോകുന്നു. മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിത്തീരുന്നു, ഒരുപാട് ഇഷ്ടപ്പെടുന്നു നിങ്ങളെ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചിലർക്കൂടെ ഒരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അതാണ് ദൈവം തരുന്ന ഒരു അനുഗ്രഹം നിങ്ങൾക്ക്. അതായത് നല്ലൊരു റിലേഷൻഷിപ്പാണ് വരാൻ പോണേ. അതുപോലെ പുതിയൊരു നല്ലൊരു മാരേജ് പ്രപ്പോസൽ, ഒരുപാട് നല്ല ഈ മാരേജിന് വേണ്ടി കാത്തിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാരേജ് പ്രപ്പോസൽ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. അതുപോലെ നിങ്ങൾ കുട്ടി ഉണ്ടാവാൻ കാത്തിരിക്കുന്ന വ്യക്തികളാണ്, നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്. കുട്ടി ജനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ പോകും, അല്ലെങ്കിൽ ഒരു ഗുഡ് മെസ്സേജ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങൾ നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നല്ല മെസ്സേജ് കേൾക്കാൻ പോകുന്നു. ഒരു ഹാപ്പി സർപ്രൈസ്, സന്തോഷ വാർത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട്. അത് ഏത് രീതിയിലാണ്? ഒരു ജോലി കിട്ടാൻ പോകുന്നു, അല്ലെ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നതെന്നാകാം, അല്ലെ നല്ലൊരു പ്രപ്പോസൽ വരുന്നു, അല്ലെ നല്ലൊരു ലവ് വരുന്നു. അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഹാപ്പി ന്യൂസ് അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ട് ഒരു വാർത്ത നിങ്ങൾ കേൾക്കാൻ പോകുന്നു. ഒരുപക്ഷെ പ്രതീക്ഷിക്കാതെ ചില വാർത്തകൾ നിങ്ങളെ തേടി വരികയാണ്. പ്രതീക്ഷിക്കാതെ ദൈവം തരുന്ന ചില അനുഗ്രഹങ്ങളാണത്. നിങ്ങളൊരു സ്റ്റാർ ആവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സ്റ്റാർ, നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. അതായത് സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാഷൻ, നിങ്ങൾ എന്തെങ്കിലും പാഷൻ കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ പാഷൻ. ആ ഒരു രീതിയിൽ നിങ്ങൾ തിളങ്ങാൻ പോകുന്നു. നിങ്ങൾ ഡാൻസ് കളിക്കുന്നവരായിരിക്കാം, എഴുതുന്നവരായിരിക്കാം, കവിതയൊക്കെ എഴുതുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നവരായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തോ ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങിക്കിടപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തയ്ക്കുന്നവരാവാം, അതായത് സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അറിയപ്പെടുന്നു, നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നുണ്ടാവാം. നല്ലൊരു ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം. അങ്ങനെ ആ ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങൾ തിളങ്ങാൻ പോകുന്നു, സ്റ്റാർ ആയി തിളങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപക്ഷെ യൂട്യൂബർ ആയിരിക്കാം, ഏതോ മേഖലയിൽ നിങ്ങൾ ഒരു സ്റ്റാർ ആവാൻ പോകുന്നുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ ദൈവം തരുന്ന ഒരു അനുഗ്രഹം നിങ്ങൾക്കെന്നാ തോന്നുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഉണ്ടായിരുന്നിരിക്കാം, ഇതുവരെ നിങ്ങളത് കണ്ടെത്തിയിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ ചിലര് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ കണ്ടെത്താൻ പോകുന്നു. അതാണ് ദൈവം തരുന്ന ചില അനുഗ്രഹങ്ങൾ. എല്ലാവരുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾ അതിനെ കണ്ടെത്താത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ കണ്ടെത്താനായിട്ടുള്ള ഒരു സാഹചര്യം ലൈഫിലേക്ക് വരാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങിക്കിടക്കുന്ന ആ ഒരു നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ മറ്റുള്ളവർ അറിയപ്പെടുന്നവരായും ബഹുമാനിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുന്നവരായി മാറാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതും ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങളുടെ ഹാർഡ് വർക്കിന് പ്രതിഫലം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ആ ഹാർഡ് വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഫൈനാൻസ് വളരെയധികം ഗ്രോത്ത് ആകാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. വളരെയധികം ഗ്രോത്ത് ആകാൻ പോകുന്നു. നല്ലൊരു അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് ലൈഫിൽ ലഭിക്കാൻ പോകുന്നു. നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു.
പക്ഷെ ആ ഒരു ഡ്രീമിലേക്ക് പോകാൻ നിങ്ങൾക്ക് പേടിയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ ആ സ്വപ്നത്തിനെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ച് മറച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനെ പുറത്തെടുക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായാലും അത് മറ്റുള്ളവരോട് നിങ്ങൾ പറഞ്ഞു നടക്കണമെന്നില്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്താണോ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക, അതിനു വേണ്ടുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് സക്സസ് ആവും. മറ്റുള്ളവരോട് പറയാതിരിക്കുന്നത് തന്നെയാണെന്നുള്ളത് പറഞ്ഞാൽ അത് നിങ്ങളുടെ സ്വപ്നത്തിനെ മുന്നോട്ടേക്ക് അത് കൊണ്ടുപോകാൻ അവര് സമ്മതിക്കില്ല. അതിനെ നിങ്ങൾ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങളുടെ അംബീഷൻ എന്താണ്, അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ നിൽക്കേണ്ടതില്ല. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഭയം നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല. ഭയം ഉണ്ടാക്കാൻ പാടില്ല. ഭയത്തിന് ദൂരെ കളയേണ്ടതുണ്ട് കേട്ടോ. ഭയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറ്റിവെക്കുക എന്നോട് പറയും. ഇതൊരു മെസ്സേജ് ആണ്. നിങ്ങൾക്ക് പലർക്കും ഭയമാണ് പല കാര്യങ്ങൾക്കും. ഭയം കാരണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, ഫുള്ള് നെഗറ്റീവ് എനർജിയാണ്. അപ്പൊ നിങ്ങളോട് പറയുന്ന ഭയം മാറ്റി വെക്കാനാണ് പറയുന്നത്. ഭയപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല. നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഭയത്തെ മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം ഒരുവിധം എല്ലാ കാർഡുകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, വാട്ടർ സൈൻ ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ ഉണ്ട്. പെന്റിക്കിൾസ്. ഇവിടെ ഒരുവിധം എല്ലാ സൈൻസും ഉണ്ട്. എയർ, എർത്ത്, വാട്ടർ, ഫയർ, എല്ലാ സൈൻസും വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് ദൈവം നിങ്ങൾക്ക് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും തരുന്നുണ്ട് കേട്ടോ. അപ്പം ഏഞ്ചൽ മെസ്സേജും കൂടെ ഒന്ന് നോക്കാം. ഏഞ്ചൽ മെസ്സേജ് ഫോർഗീവ്നെസ് പറയുന്നുണ്ട്. നിങ്ങൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണേ. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമ ചോദിക്കണം കേട്ടോ. അതായത് ഫോർഗീവ്നെസ്. ഏതൊരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതിന് മാപ്പ് കൊടുക്കുക. അപ്പൊ ഒരു ഫോർഗീവ്നെസ് അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് എസ് ആണ്. ഇവിടെ ഒരു ആൻസർ വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് ആൻസർ എസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വരുമോ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിന് നിങ്ങൾക്ക് എസ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നിങ്ങളോട് വിശ്വസിക്കാൻ പറയുന്നുണ്ട്. ഇഫ് യു ബിലീവ് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. വലിയൊരു അനുഗ്രഹം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്ക്. വിശ്വസിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. വിശ്വസിച്ചാൽ നിങ്ങളിലേക്ക് അത് വന്നു ചേരും. അത് നിങ്ങൾ വിശ്വസിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. കണ്ട കാർഡുകളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ റീഡിങ് ഇതാണ്. അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക. അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യണം. നല്ല രീതിയിൽ മെഡിറ്റേഷൻ അറിയുന്നവർ മെഡിറ്റേഷൻ ചെയ്യണം. പ്രാർത്ഥനയാണ് അറിയുന്നവർ പ്രാർത്ഥിക്കുക. എല്ലാത്തിലും പ്രധാനമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ ദൈവം കൈവിടില്ല. ചോദിക്കുന്നത് എന്തും യൂണിവേഴ്സ് തരും, ദൈവം തരും. അപ്പൊ പക്ഷെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവും. എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കില്ല ടൈം. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നും ലഭിക്കാൻ ഒരു ടൈം ഉണ്ടാവും. നമ്മൾ ആ ടൈം വരെ വെയിറ്റ് ചെയ്തിരിക്കണം. നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. എന്താണെങ്കിലും വരും. അത് വരുമെന്ന് വിശ്വസിക്കുക. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.